ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് ഒന്ന് പുറത്ത് പോവുകയാണ്. അമ്മയുടെയും കുഞ്ഞിയുടെയൊക്കെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വെജിറ്റേറിയൻ ആണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് പഴയിടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ്. അത് നമ്മുടെ ബുഹാരി ഹോട്ടലിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുവേ. ഇത് കുറച്ച് ഫേമസ് ആണ്. പക്ഷേ ഇവിടുത്തെ ആകെ ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തത് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഇല്ല. പിന്നെ ഇവിടെ വെയിറ്റിംഗ് ആയിട്ട് ഒത്തിരി ടൈം നമ്മളവിടെ നിൽക്കേണ്ടി വന്നു. കാര്യം ഒത്തിരി ആളായിരുന്നു. പക്ഷെ അവർ അത്യാവശ്യം മാനേജ് ചെയ്യുന്നുണ്ട്. ബട്ട് ദെൻ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ടോക്കണായിട്ടാണ് നമുക്ക് നമ്പർ തരിക. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഇവരുടെ സെക്കൻഡ് ഫ്ലോറിലും സ്പേസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആയിരുന്നു അത്. പിന്നെ നമുക്ക് അവിടെ ഒത്തിരി പ്രൈവസി ഫീൽ ചെയ്തായിരുന്നു. മേ ബി നമ്മൾ ആ ഒരു ചെറിയൊരു റൂം പോലത്തെ സ്പേസിൽ ഇരുന്നത് കൊണ്ടാവാം അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. ഒത്തിരി പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ അവിടെ പറ്റും. ഏകദേശം ഒരു 10 പേരെ കൂടുതൽ എന്തായാലും ആ റൂമിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേ മെനു ആണ് കാണിക്കുന്നത്. ഒത്തിരി മെനു ഉണ്ട്, ഒത്തിരി ഡിഷസ് അവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? അവ അഭിനയിക്കുന്നുണ്ട്. അത് പറഞ്ഞു കൊള്ളാമോ? വായിൽ വെക്കുന്നതിന് മുന്നേ പറയാണ് സൂപ്പർ. കൊള്ളാമോ വീണു? ടേസ്റ്റ് ഉണ്ടോ? ആർക്കും ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുന്നത്. സത്യം നല്ല ടേസ്റ്റ് ഉണ്ട്. സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസാല അടിപൊളി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മസാല ദോശയുടെ മസാല അടിപൊളിയായിരുന്നു. എനിക്ക് എന്തോ ഒരു സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ ലൈമും കോഫിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈം ജ്യൂസൊക്കെ. അതൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ആകെ ഡ്രോബാക്കായിട്ട് ഫീൽ ചെയ്തത് പാർക്കിംഗ് സ്പേസ് ഇല്ല എന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. ലൊക്കേഷൻ നമ്മുടെ ബുഹാരി ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ട് വരും. പിന്നെ വരുമ്പോൾ എന്തായാലും വെയിറ്റിംഗ് ടൈം എന്തായാലും ഉണ്ടാവും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അതേ പോകുന്ന വഴിയിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തത്. തിരിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. സോ സീ ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.